മൈസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ ഗൈഡൻസും നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീവിതം വളരെ മനോഹരമാണ്, അതുപോലെ തന്നെ വളരെയധികം അത്ഭുതകരവുമാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുന്നത് കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അത് കഴിയാത്ത എത്രയോ പേരുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല മേഖലകളിലുണ്ട്. സാമ്പത്തികപരമായിട്ടായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതം അത്രയധികം അതുല്യമാണ്. അതിനെ ഇത്രയധികം അതുല്യമാക്കുന്നത് നമ്മുടെ ഈ ഒരു ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ലഭിച്ച ഈ ഒരു ഓരോ പ്രഭാതവും ഒരു പുതിയ അവസരമാണ്. വീണ്ടും സ്നേഹിക്കാൻ, വീണ്ടും സ്വപ്നം കാണാൻ, വീണ്ടും പരിശ്രമിക്കാൻ, വീണ്ടും തുടങ്ങാൻ, നമ്മുടെ ജീവിതത്തെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൂടുതൽ മനോഹരമാക്കാൻ. ജീവിതം എപ്പോഴും എല്ലാവർക്കും എളുപ്പമായിരിക്കണമെന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളുണ്ട്, ഒരുപാട് സങ്കടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന വ്യക്തികളുണ്ട്, ഇപ്പോഴും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇരുട്ടിന് ശേഷം വീണ്ടും ഒരു പ്രഭാതം വരും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഈ ഒരു സമയം നിങ്ങൾ എന്തിൽ കൂടി കടന്നു പോകുകയാണെങ്കിലും, എന്ത് തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, ജീവിതം ഇപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും. പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും. എന്നിരുന്നാലും ജീവിതം അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നില്ല. ഓരോ ദിവസവും ഒരു പുതിയ ദിവസമാണ്. ഇന്നലെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിൽക്കാതെ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ദിവസം പോലും ഇനി ലഭിക്കാതെ പോയ ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടെ ശ്വാസമെടുക്കുക, സന്തോഷിക്കുക, വീണ്ടും തുടങ്ങുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദിവസം ശരിക്കും ഒരു സമ്മാനം തന്നെയാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അത് മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതം കുറച്ചു കാലത്തേക്ക് മാത്രം നമുക്ക് കൈവശം വെച്ചിരിക്കാൻ ലഭിച്ച ഈ ഒരു ജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക അവസരമാണ്. പക്ഷേ ഈ ജീവിതത്തിന് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയൊരു അർത്ഥമുണ്ട്. ലോകത്തിലെ പലരും ഈ ഒരു ജീവിതത്തെയാണ് വെറും സ്വാഭാവികമായിട്ട് എടുത്തു കളയുന്നത്. പക്ഷേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദിവസവും ജീവിക്കാനുള്ള ഒരു അവസരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, ഈ ഒരു നിമിഷം നിങ്ങൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും, നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ഈ ജീവിതം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ജീവിതം വീണ്ടും അതേപടി നമുക്ക് തിരികെ ലഭിക്കില്ല. അതുകൊണ്ട് സ്നേഹിക്കുക, സ്വപ്നം കാണുക, വീണാൽ വീണ്ടും എഴുന്നേൽക്കുക, ചെറിയ സന്തോഷങ്ങൾ പോലും ആസ്വദിക്കുക. നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് സാഹചര്യങ്ങളും വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ വന്നേക്കാം. ചില സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാക്കാൻ കഴിയാത്തതും സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ ആർക്കും അവകാശമില്ല. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും നിങ്ങളുടെ സമാധാനം തകർക്കാനും മറ്റൊരാൾക്കും അവകാശമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. അത് നിങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരവകാശം നിങ്ങൾക്കാണുള്ളത്. അതിന് ആവശ്യമായത് സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു അച്ചടക്കവും, സ്വയം തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിനായിട്ട് പരിശ്രമിക്കാനുള്ള ആ ഒരു മനസ്സുമാണ്. നിങ്ങളിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് നേടുന്നതിനുള്ള വഴിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിയന്ത്രണം മറ്റാരുടെയും കൈകളിൽ നിങ്ങൾ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടേതാണ്. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ടാകും.
നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾക്കും യാതൊരു കുറവും ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ വെല്ലുവിളികളിൽ നിന്നും ഓടിപ്പോകുന്നതിന് പകരം അവയെ നേരിടാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു കാരണവുമുണ്ട്. ഇപ്പോൾ നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതായാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില മാറ്റങ്ങളിലൂടെയും ചില സാഹചര്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അവ നമ്മളെ ഞാനിനി ഒന്നും അർഹിക്കുന്നില്ല, ഞാനിനി ഒന്നിനും യോഗ്യനല്ല എന്ന് പോലും തോന്നിപ്പിച്ചേക്കാം. എന്നാൽ ആ ഒരു തോന്നലുകൾ ഒന്നും തന്നെ സത്യമല്ല. നിങ്ങളുടെ വില അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം നിങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങൾ തീരുമാനിക്കുന്നതല്ല. നിങ്ങൾ വീണുപോയ നിമിഷങ്ങൾ നിങ്ങളുടെ വില കുറയ്ക്കുന്നുമില്ല. കഠിനമായിട്ടുള്ള ഇതുപോലുള്ള കാലഘട്ടങ്ങൾ നിങ്ങളെ തളർത്താൻ മാത്രമല്ല, നിങ്ങളിലെ ശക്തിയെ തിരിച്ചറിയിക്കാൻ കൂടെയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കൂടെയാണ് സഹായിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത് വെറുതെ അല്ല. നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്, ഒരു ദൗത്യമുണ്ട്, ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതം നമുക്ക് പലപ്പോഴും ഒരുപാട് സമ്മാനങ്ങൾ നൽകാറുണ്ട്. ചിലത് സന്തോഷമായിരിക്കും, ചിലത് വേദനയായിരിക്കും. ചില അനുഭവങ്ങൾ നമ്മെ ഉയർത്തും, ചിലത് നമ്മളെ കൂടുതൽ ശക്തരാക്കും. നിങ്ങൾ ചിലപ്പോൾ ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ എത്തപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകാം. മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ നിന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളില്ലേ, അവയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അമിതമായിട്ട് വിഷമിക്കുന്നത് ആദ്യം നിർത്തുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിയന്ത്രണം വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് ആദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു അവസരങ്ങളെ തിരിച്ചറിയുക. നിങ്ങളെ വിശ്വസിക്കുക, സ്വയം വിശ്വസിക്കുക. ഇത് നിങ്ങളുടെ അവസാനമല്ല എന്ന് മനസ്സിലാക്കുക. ഈ ലോകത്ത് പലരും നിങ്ങളോട് നിങ്ങൾക്ക് ഇതാകാൻ കഴിയില്ല, ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞേക്കാം. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതിനെ ഉപേക്ഷിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. സ്വന്തം ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ചിലർ അവരുടെ നിരാശയിലേക്ക് നിങ്ങളെയും വലിച്ചിടാൻ ശ്രമിച്ചേക്കാം. അവരുടെ നിരാശ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് മറ്റാരെയും തീരുമാനിക്കാനായിട്ട് അനുവദിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിന് മറ്റാരുടെയും അംഗീകാരം ആവശ്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങൾക്കിതിന് അർഹതയില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ തോന്നിപ്പിച്ചിരിക്കാം. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, നീ അവസാനം എൻ്റെ അടുത്ത് തന്നെ വരും, നിങ്ങളൊന്നുമാകില്ല എന്ന് നിങ്ങളുടെ കണ്ണിൽ നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ കാണുന്നത് നിങ്ങൾ വിജയിക്കും, നിങ്ങൾ വിജയിക്കണം. നിങ്ങൾക്കായിട്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ സംശയങ്ങളോടും നിങ്ങളുടെ ഭയത്തോടും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് നിങ്ങൾ പറയുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ പോരാടുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. ആരെങ്കിലും വന്ന് നിങ്ങളെ സഹായിക്കുമെന്നോ ആരെങ്കിലും വന്ന് ചെയ്തു തരുമെന്നോ എന്നോർത്ത് നിങ്ങൾ കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെ, നിങ്ങളുടെ പരിശ്രമത്തിലൂടെ, നിങ്ങളുടെ ധൈര്യത്തിലൂടെ. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. അത് ഏറ്റുപിടിക്കുക. ആ ഒരു നിയന്ത്രണം നിങ്ങൾ തിരിച്ചു പിടിക്കുക. കാരണം നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളുടെ ജീവിതം മറ്റാരും ജീവിച്ചിട്ടില്ല, ജീവിക്കില്ല.